വരുന്നില്ലേ ഒരു പ്രോഗ്രാം ഇടണം എന്നൊക്കെ അങ്ങനെ സാധാരണ ചെയ്യാറില്ല. ഉദാഹരണം വയനാട്ടിൽ ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പുണ്ടായ സമയത്ത് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയിട്ട് ക്ഷണം വന്നിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങളും പറഞ്ഞു പിന്നെ എപ്പോഴാണ് വരേണ്ടത് സൗകര്യം നോക്കാം. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രോഗ്രാം ഉണ്ടാവണമല്ലോ. ഓരോരോ സ്ഥലത്ത് ഓരോരോ മണ്ഡലത്തിൽ എവിടെ പ്രസംഗിക്കേണ്ടത്, ഒരു സ്ഥലത്ത് ഒരു ഉദ്ഘാടനം, മറ്റെവിടെ ഒരു പ്രഭാഷണം, മൂന്നാമത്തത് സ്ഥാനാർത്ഥിയോടൊപ്പം വേദിയിൽ കയറൽ, അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ പാർട്ടി അവിടെ ലോക്കലി ഓർഗനൈസ് ചെയ്തിട്ട് പറയാറുണ്ട്. അതാണ് സാധാരണ എൻ്റെ അനുഭവം. അല്ല, നിലമ്പൂരിൽ ഞാൻ പറയട്ടെ, എന്നെ അഥവാ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പോയിട്ടുണ്ടാവും. ഞാൻ മനസ്സിലാക്കി എൻ്റെ വലിയ ആവശ്യമില്ല അവിടെ. എനിക്കും തോന്നുന്നു നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഈ വിജയം ഉണ്ടാവണമെന്ന്. പക്ഷേ എൻ്റെ മണ്ഡലത്തിൽ നിന്ന് പോയ, എന്നോട് സംസാരിച്ച് പോയ പല പ്രവർത്തകരും എൻ്റെ ഒപ്പം സമ്പർക്കത്തിലായിരുന്നു. പിന്നെ അവരൊക്കെ സാധാരണ പ്രവർത്തകരാണ്, വലിയ നേതാക്കളൊന്നും ആയിരുന്നില്ല. പക്ഷേ അവരെല്ലാം പറയണത് നന്നായി ഇറങ്ങി എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഷൗക്കത്തിന് ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് 11 വർഷം മുമ്പിലത്തെ കഥയാണ്. ഞാൻ ഷൗക്കത്തിന് ഒരു അവാർഡും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയെ ഇന്ത്യയിലത്തെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി ആക്കി 100% സാക്ഷരത കൊണ്ടുവന്ന ഒരു വ്യക്തിയായിട്ട്. അപ്പോൾ ആ സ്ഥാനത്തിലും കൂടി എനിക്ക് അദ്ദേഹത്തിനെ അറിയാം, അദ്ദേഹത്തിൻ്റെ കഴിവും എല്ലാം അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാൻ തന്നെയാണ് ഞാനും ഇറങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ എന്നെ അത് ആവശ്യപ്പെട്ടില്ല. ആ ആവശ്യമില്ലാതെ തന്നെ അദ്ദേഹം ജയിക്കട്ടെ. നിങ്ങളെല്ലാം അറിയപ്പെടുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ തന്നെ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടും റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഉണ്ടെന്ന് പിന്നെ ആർക്കും പിന്നെ ഒളിക്കാൻ സാധിക്കാത്തൊരു കാര്യമായ കാര്യം അതുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നേരിട്ട് കണ്ടിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ള ആവശ്യമുണ്ടാവും. അതിന് സമയം വരുമ്പോൾ ചെയ്യുക. പക്ഷേ ഇതൊരു ഇലക്ഷൻ കഴിയട്ടെ. നമ്മൾ ഇന്ന് വോട്ടിംഗ് ആണ്, 3 ദിവസം കഴിഞ്ഞ റിസൾട്ടും വരും. അതെല്ലാം വന്ന ശേഷം നമുക്ക് പിന്നെ നോക്കാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.